നടക്കാൻ പാടില്ല പറഞ്ഞിട്ടില്ലേ. സോ ലൈഫിൽ ഞാൻ ആദ്യം ആയിട്ടും അവസാനമായിട്ടും കട്ടതിൻ്റെ കഥയാണ് കേട്ടോ അത്. വെക്കേഷന് വേണ്ടി മദ്രാസിൽ നിന്ന് ഞങ്ങൾ കേരളത്തിലോട്ട് വന്നതാണ്. അപ്പോൾ അമ്മാവൻ്റെ വീട്ടിലാണ് കേട്ടോ. അമ്മാവൻ്റെ വീട് ഇവിടെ എറണാകുളത്താണ്, പാലാരിവട്ടത്ത്. അപ്പോൾ അമ്മാവൻ്റെ വീട്ടിലാണ് ബേസ് പോയിൻ്റ്. അവിടെയാണ് എല്ലാ കസിൻസും വരിക. ആൻഡ് തിമിർക്കണ സ്ഥലം അവിടെയാണ്. അപ്പൂപ്പനും അമ്മൂമ്മയുണ്ട്, പിന്നെ അമ്മാവനും അമ്മായും, പിന്നെ അവരുടെ മക്കളും, പിന്നെ വേറെ കസിൻസും എല്ലാവരും വരും. അതിൽ ഗേളായിട്ട് ഞാനും വേറൊരു കുട്ടി മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും ബോയ്സാണ്. അപ്പോൾ ഈ ബോയ്സിൻ്റെ ഒപ്പം ഇറ്റ് ഈസ് വെരി ഹാർഡ്. പക്ഷേ എൽഡസ്റ്റ് ഞാനാണ്. അപ്പോൾ അമ്മാവൻ എന്നെ ഏൽപ്പിച്ചിട്ട് പോകും, അമ്മൂമ്മയുടെ ചീഫ് അസിസ്റ്റൻ്റായിട്ട് നിന്നോളണം. പക്ഷേ ഞാനും അപ്പോൾ കുട്ടിയായിരുന്നല്ലോ. എന്നിട്ട് ഈ കസിൻസിൻ്റെ ഒപ്പം നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഉച്ചയാകുമ്പോൾ അമ്മൂമ്മ പുറത്തിറങ്ങി കളിക്കാൻ സമ്മതിക്കില്ല, ചൂടാണ് വെയിലാണെന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് ഒരു ദിവസം ദ ബോയ്സ് വർ ഡിസ്കസിങ് അബൌട്ട് അവർ ഇങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് അവരെന്തൊക്കെയാണ് കട്ടെടുക്കാൻ പോണേന്ന്. അപ്പം ഞാനാണെങ്കിൽ ഈ സൂപ്പർ മാർക്കറ്റ് കണ്ടിട്ടുമില്ല, എന്താണെന്നൊന്നും അറിയില്ല. എന്നാൽ എനിക്ക് ഭയങ്കര ബുദ്ധിയുണ്ട് എന്നുള്ള വിചാരമായിരുന്നു. അപ്പോൾ അമ്മാവനെ ആണെങ്കിൽ ഭയങ്കര പേടി. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ സംസാരിക്കണ കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോൾ അവരാരും എനിക്ക് മര്യാദയ്ക്ക് പറഞ്ഞു തന്നില്ല. ബിക്കോസ് ദേ ഡിഡ്ന്റ് വോണ്ട് ടു ഇൻക്ലൂഡ് മീ. ഞാനത് അമ്മൂമ്മേൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ലാസ്റ്റ് അവർ പറഞ്ഞു ഇങ്ങനെ ഇവിടെ അടുത്ത് തന്നെ ഒരു സബർബൻ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അവിടെയാണ് അച്ഛനമ്മയും ഷോപ്പിങ്ങിന് പോവുക. ആ ഷോപ്പിങ്ങിന് പോകുന്ന സമയത്ത് ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ കട്ട് തിന്നാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സൂപ്പർ മാർക്കറ്റിൽ ഇങ്ങനെ ആൾക്കാരൊന്നും ഉണ്ടാവില്ല എന്നൊന്നും എനിക്കറിയില്ല. അയ്യോ ആൾക്കാരെ പിടിക്കും, ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു. സൂപ്പർ മാർക്കറ്റിൽ ആരും ഉണ്ടാവില്ല, നമ്മൾ തന്നെ ഇങ്ങനെ നടന്ന് ഓരോ സാധനം എടുക്കണം എന്നൊക്കെ പറഞ്ഞു. എനിക്കും ഇൻട്രസ്റ്റ് കയറി. പിന്നെ ഞാനും കട്ടെടുത്ത് തിന്നാൻ പോവാന്ന്. എന്നിട്ട് അമ്മാവൻ്റെയും അമ്മായുടെയും കൂടി അവർ വിളിച്ചാലില്ലെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടി ആ കാറിൻ്റെ അകത്ത് കയറിയിരുന്നു. ഈ പണ്ടത്തെ അംബാസഡർ കാറുടെ ആ കാറിൻ്റെ അകത്തുണ്ടല്ലോ, ഈ കുരുവിക്കൂടൊക്കെ തുറക്കുമ്പോൾ കുരുവികൾ ചാടേണ്ട ഭാഗത്ത് തന്നെ അമ്മാവനും അമ്മായിയും ഫ്രണ്ടിൽ, ബാക്ക് ഡോർ തുറന്ന ഒരു 10-20 പിള്ളേർ ഇറങ്ങി വരണ മാതിരി. ഓക്കെ. സോ ഞങ്ങളെല്ലാവരും കൂടി അമ്മാവൻ്റെ അമ്മാവിയുടെ കൂടെ സൂപ്പർ മാർക്കറ്റിൽ പോയി. സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് എനിക്ക് കട്ട് തന്നു. എനിക്കത് മാത്രമേ ഒരു എയിം ഉണ്ടായിരുന്നുള്ളൂ. ഈ ബോയ്സ് ആണെങ്കിൽ കട്ട് തിന്നണമൊന്നും കാണുന്നില്ല. അപ്പോൾ ഐ ഡിസൈഡഡ് ഞാൻ കട്ട് തിന്നാൻ പോവാണ്. എന്നിട്ട് അവിടെ ഇങ്ങനെ പരുത്തി കാണുന്നപ്പോൾ ഷുഗർ എന്നെന്തോ എഴുതിയിട്ടുണ്ട്, ഒരു കുഞ്ഞു ഡപ്പയുണ്ട്. ഞാൻ എന്ത് ചെയ്തു, ആരുമില്ല, വേഗം അതിൽ നിന്നൊരു ചെറിയ സാധനം എടുത്ത് വായിലിട്ടു. ഇത്രയും ഒരു വൃത്തികെട്ട ടേസ്റ്റ് ഞാൻ അനുഭവിച്ചിട്ടില്ല. കഴിച്ചിട്ട് വയ്യ, കരച്ചിലൊക്കെ വന്നിട്ട് വയ്യ. വേഗം അമ്മാവൻ്റെ അടുത്ത് പോയിട്ട് കുമ്പസരിക്കണമല്ലോ. കുമ്പസരിച്ചു, അമ്മ ഞാൻ കട്ട് തിന്ന സാധനം നാക്കി വെച്ചു, അതിന് ഭയങ്കര കയ്പ്പ്, അത് പോയിസണാണോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മാവൻ എന്നെ ഒരു നോട്ടം നോക്കി. ശരിക്കും എനിക്ക് തോന്നിയത് ശിവഭഗവാന്റെ തൃക്കണ്ണ് തുറന്ന മാതിരിയാണ് എനിക്ക് ഫീലിംഗ് ഉണ്ടായത്. അമ്മാവൻ പറഞ്ഞു, ഇത് കഴിച്ചു അല്ലേ, പോയിസണൊന്നല്ല, പക്ഷെ നീ കട്ട് തിന്ന കാരണം അതാണ് നിനക്ക് കഴിച്ചത്. പഞ്ചസാരയുടെ സാധനം എന്നല്ലേ പറഞ്ഞേ, പക്ഷെ നിനക്ക് കഴിച്ചില്ലേ, അതിൻ്റെ അർത്ഥം എന്താണ്, അത് വന്നിട്ട് കട്ട് തിന്ന കാരണം നിൻ്റെ ബോഡി റിജക്റ്റ് ചെയ്തതാണ്. സൂക്ഷിച്ചിരുന്നില്ലെങ്കിലുണ്ടല്ലോ കഷ്ടം തന്നെയാണ് നിൻ്റെ കാര്യം. നാളെ കാലത്ത് നമുക്ക് നോക്കാം, എന്തായാലും ഡോക്ടറെ അടുത്ത് പോണ്ടി വരും തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മാവൻ എന്നെ പേടിപ്പിച്ചു. അതിന് ശേഷം മക്കളെ ഒരു സാധനം കട്ടിട്ടില്ല, പേടി ഇനിയും മാറിയിട്ടില്ല. ഇപ്പോഴാണ് അറിയണത്, ഐ തിങ്ക് ഇറ്റ് ഈസ് ദറ്റ് ആസ്പർട്ടൈം എന്നൊക്കെ പറയില്ലേ, ആർട്ടിഫിഷ്യൽ സ്വീറ്റർ, അതായിരുന്നു തോന്നുന്നുണ്ട്. ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് ടൈം.